വളരെ അനിവാര്യമായ ഒരു കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ സമയം വിനിയോഗിച്ചിട്ടുള്ളത്. ഒന്ന് ജാരിയായ സ്വതക്ക, രണ്ട് ജാരിയായ സ്വതക്കക്ക് കാരണമാവുക. രണ്ടും പ്രധാനപ്പെട്ട കാര്യമാണ്. ജാരിയായ സ്വതക്കയും പ്രധാനമാണ്, ജാരിയായ സ്വതക്കക്ക് കാരണമാകുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് സമയം വൈകിയതിൽ ആരും വിഷമിക്കരുത് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഖൈർ അറിയുന്നവൻ അള്ളാഹുവാണ്. ആ സമയം വൈകിയാലും ഭക്ഷണമുണ്ട്, എന്തായാലും 1 മണിക്കൂർ പ്രസംഗിക്കണമുണ്ട്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അപ്പൊ അതുകൊണ്ട് ആ വിഷയത്തിൽ ആരും വിഷമിക്കരുത് എന്ന് പറയാൻ ചെറിയൊരു അസ്വസ്ഥത ഇങ്ങനെ കണ്ടതുകൊണ്ട് അത് സൂചിപ്പിച്ചതാണ്. ആരും ആ വിഷയത്തിൽ ഖൈറാണ് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത്. അതുകൊണ്ട് പലപ്പോഴും പെരപ്പണി തീരലാണ് ഖൈറെങ്കിലേ അള്ളാഹിനോട് ദ്വാരന്നാൽ തീർക്കുള്ളൂ. ശൈത്താനോട് ദ്വാരന്നാൽ വേഗം തീരും. കാരണം നമുക്ക് ഖൈർ വരൽ അവന്റെ പദ്ധതിയിലില്ല. മൂന്നാമത്തെ ദ്വാന്റെ ഇജാബത്ത് അതിലേറെ വലുതാണ്. ദ്വാരന്നതിന് കൂലിട്ടുക എന്നുള്ളതാണ്. അത് അള്ളാഹിനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ, വേറെ ആരെ കൊണ്ടിട്ട് പറ്റൂല. അതുകൊണ്ട് നമ്മളെല്ലാവരും ദ്വാ ചെയ്താൽ ദ്വാന്റെ ഇജാബത്തുണ്ട്. ഇജാബത്ത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതാണ് പലപ്പോഴും പ്രശ്നമാകുന്നത്. നിങ്ങൾ എന്നോട് ദ്വാ ചെയ്യൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം എന്ന് പറഞ്ഞത് ഞമ്മക്ക് തോന്നിയപ്പോഴാണ് നമ്മൾ വിചാരിച്ചത്. അള്ളാഹ് പറഞ്ഞത് എനിക്ക് തോന്നുമ്പോന്നാണ്. നിങ്ങൾ ദ്വാരക്ക് ഞാൻ ഉത്തരം തരാം എന്ന് പറഞ്ഞു. നമ്മളെന്തേ മനസ്സിലാക്കിയത്? ഞമ്മക്ക് തോന്നുമ്പോ ഉത്തരം തരാന്നാണ് അള്ളാഹ് പറഞ്ഞിട്ടുള്ളത് എന്ന്. അങ്ങനല്ല, എനിക്ക് തോന്നുമ്പോ തരാന്നാണ് അള്ളാഹ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ദ്വാന്റെ ഇജാബത്ത് ഉണ്ടാവും, അള്ളാഹ്ക്ക് തോന്നുമ്പോഴായിരിക്കും മാത്രം. ചിലപ്പം ഇവിടുന്ന് അയക്കോളൊന്നില്ല, നാളെ മാസ്റ്ററിന്ന് അയക്കാനുണ്ടാകുക. അതാണ് ഏറ്റവും നല്ലതും. നമ്മളെ ദ്വാക്ക് അവിടുന്ന് കൂലി കിട്ടലാണല്ലോ ഏറ്റവും നല്ലതും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് 950 കൊല്ലം ദീൻ പറഞ്ഞിട്ട് ആരും വന്നില്ല. ആ മനുഷ്യൻ ടെൻഷനായപ്പോ 2 കൈ ഉയർത്തിയിട്ട് തോരുന്നു. അല്ലാഹുമ്മ ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറാ. പടച്ചോനെ പറഞ്ഞാ കേൾക്കാത്ത ഈ മനുഷ്യന്മാരെഞ്ഞ് ഭൂമിയിൽ വെച്ചേക്കരുത് എന്ന് തോരുന്നു. അല്ലാഹു നൂഹ് നബി അലൈഹിസ്സലാമിനെ അറിയിച്ചു, നൂഹേ നിങ്ങളുടെ ദുആ കബൂൽ ചെയ്തിരിക്കുന്നു. 40 വർഷങ്ങൾക്ക് ശേഷമാണ് ജലപ്രളയമുണ്ടാകുന്നത്. ദുആ കബൂലാക്കിയതിനു ശേഷം 40 വർഷം കഴിഞ്ഞ് ജലപ്രളയമുണ്ടാകുന്നു. നൂഹ് നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല കപ്പൽ നിർമ്മിക്കാൻ വേണ്ടി പറയുന്നു. തേക്ക് മരം കൊണ്ട് അല്ലെങ്കിൽ കോക്കുമരം കൊണ്ട് നൂഹ് നബി അലൈഹിസ്സലാം വിശാലമായ കപ്പൽ നിർമ്മിക്കുന്നു. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം ആശാരിപ്പണിയിൽ വളരെ വിദഗ്ധനായിരുന്നു. നൂഹ് നബിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് കൈത്തൊഴിലിന്റെ മഹാത്മ്യത്തെ കുറിച്ച് പറയാറുള്ളത്. ബഹുമാനപ്പെട്ട ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിന്റെ കൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, സഹാബാ, ഇത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കൈയാണ് സഹാബ, കാരണം ഇത് അധ്വാനിക്കുന്ന കൈയാകുന്നു. എല്ലാവരും അവനാനെ കൊണ്ട് കഴിയും പോലെ അധ്വാനിക്കണം എന്നുള്ളതാണ്. പെണ്ണുങ്ങളെല്ലാവരും കോഴിനെ വളർത്തണം, കുടുംബസംഗമാണല്ലോ. പെണ്ണുങ്ങളെല്ലാരും പറ്റുന്നവര്, ആണുങ്ങൾ കഴിവുള്ളവരൊക്കെ ആടിനെ വളർത്തണം, കഴിയാത്തൊരു കോഴിനെ വളർത്തണം. ഞാൻ പറഞ്ഞല്ല, മുതലുള്ളവർ ആടിനെ വളർത്തണമെന്ന് തിരുമുസ്തഫ നബി തങ്ങളും പറയുന്നു. ഫുഖറായിനോടുള്ള ആജ്ഞ കോഴി വളർത്തല. ഇതു കാണുവാൻ ഇബ്നു മാജ നീ നോക്കല. ആടിനെ നോക്കാൻ കഴിവുണ്ടെങ്കിൽ ആട്, അല്ലെങ്കിലും മനുഷ്യന്മാര് താമസിക്കുന്ന വീട്ടിൽ മനുഷ്യനല്ലാത്ത വേറൊരു ജീവി ഉണ്ടാവില്ല, എപ്പോഴും ഹൈറാണ്. മനുഷ്യനല്ലാത്തൊരു സാധനം അവിടെ വേണം. ഒന്നുമില്ലെങ്കിൽ ഒരു പൂച്ചയിലും വേണം. ആടും കോഴി ഒന്നുമില്ലെങ്കിൽ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് പൂച്ചയുണ്ടായിരുന്നു. അലി റളിയല്ലാഹു അൻഹുവിന് പൂച്ചയുണ്ടായിരുന്നു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാക്ക് പൂച്ചയുണ്ടായിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാക്ക് പൂച്ചയുണ്ടായിരുന്നു. ആയിഷ ബീവി പറയാണ്, എനിക്കൊരു പൂച്ച ഉണ്ടായിരുന്നു. ഞാന് ആ പൂച്ചയെ സ്വന്തമായി നോക്കും, എപ്പോഴും താലോലിക്കും. കിടന്നുറങ്ങുമ്പോ ചിലപ്പോൾ എന്റെ വിരിപ്പിൽ വന്ന് എന്റെ പൂച്ച കിടന്നുറങ്ങൽ പതിവുണ്ട്. ഒരു യുദ്ധം കഴിഞ്ഞ് മടങ്ങി വഴിയിൽ ഞാൻ ഒറ്റപ്പെടുകയും മുനാഫിക്കുകൾ എന്തൊക്കെയോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു.
ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നതും കാത്തുകൊണ്ട് ത്വഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതാനും ദിവസം എന്റെ വീട്ടിലേക്ക് വരാതിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് മിണ്ടാതിരുന്ന അത്രയും ദിവസം എന്റെ വളർത്തുപൂച്ച എന്നോട് മിണ്ടിയില്ല. അള്ളാന്റെ റസൂല് മിണ്ടണ്ട എന്ന് തീരുമാനിച്ച ഒരു മനുഷ്യനോട് മിണ്ടാൻ ഭക്ഷണം കൊടുക്കുന്ന പൂച്ച പോലും തയ്യാറായില്ലെന്ന് സയ്യിദത്തുനാ ആയിഷ റളിയല്ലാഹു അൻഹാ. അതുകൊണ്ട് മനുഷ്യൻ പാർക്കുന്നിടത്ത് മനുഷ്യനല്ലാത്ത എന്തെങ്കിലും ഒരു ജീവി വേണം. അത് കഴിവിനനുസരിച്ചാ. ആടിനെ നോക്കണമെങ്കിൽ നല്ല ചെലവാണ്. ആടിന്റെ പൈസ വേണം, ആട്ടുംകൂടിന്റെ പൈസ വേണം, ആടിനെ നോക്കാൻ സ്വന്തമായിട്ട് സ്ഥലവും വേണം. അല്ലാതെ ആരാന്റെ പറമ്പൊക്കെ വിടാൻ പറ്റൂലല്ലോ. കോഴിക്ക് പിന്നെ ആ കുഴപ്പമില്ല. അതുകൊണ്ട് കോഴി എന്തായാലും വേണം. കോഴി എന്തായാലും വേണം. പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നതാണ്. കോഴിക്ക്, ആടിന്, മൃഗങ്ങൾക്ക് ഒരു സ്ഥലത്ത് താമസിക്കാൻ പറ്റൂലെങ്കിൽ ആ സ്ഥലത്ത് മനുഷ്യനും താമസിക്കാൻ പറ്റൂല എന്നാണ് മനസ്സിലാകുന്നത്. കാരണം ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ ചെന്നു. ഒട്ടകപ്പുറത്താണ് യാത്ര. പുണ്യനബി താമസിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തത്, ഒട്ടകം താമസിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത സ്ഥലമായിരുന്നു. മനുഷ്യനല്ലാത്ത ജീവികൾ താമസിക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കുന്ന സ്ഥലം തന്നെയാണ് മനുഷ്യനും താമസിക്കാൻ പറ്റിയത്. അപ്പൊ പേരുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം വാങ്ങിയാൽ ആദ്യം അവിടെ ഒരു ആടിനെ കൊണ്ടുപോയി കെട്ടി വെക്കണം. ആട് അവിടെ നിന്ന് പച്ചിലകൾ കടിച്ചു തിന്ന് അയവിറക്കാൻ വേണ്ടി കിടക്കുന്നുണ്ടെങ്കിൽ ആ സ്ഥലം പെരണ്ടാക്കാൻ പറ്റിയ സ്ഥലമാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അല്ല, ആട് ചെന്നേക്കിനെ ബാക്കത്തെ 2 കാലും ഉപയോഗിച്ച് ചാടുകയാണെങ്കിൽ ഇവിടെ മനുഷ്യന് പാർക്കാൻ പറ്റൂല എന്ന് മനസ്സിലാക്കണം. വളർത്തുജീവികൾ താമസിക്കാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ് മനുഷ്യനും താമസിക്കാൻ പറ്റുന്ന സ്ഥലം. നൂഹ് നബി അലൈഹിസ്സലാം കപ്പലുണ്ടാക്കി. എല്ലാ അമ്പിയാക്കളും അതുപോലെ ഭയങ്കര തൊഴിലാളികളായിരുന്നു. എല്ലാ അമ്പിയാക്കളെയും. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം ലോകം ഭരിച്ച രാജാവാണ്. ലോകം ഭരിച്ചവരാ സുലൈമാനുൻ നബി, അവർ വട്ടി നെയ്ത ജീവിതം യാ സാഹിബി. ദാവൂദ് നബി രാജ്യം ഭരിച്ചവരല്ലേ, പടയങ്കി നെയ്തവർ ജീവിതം കഴിഞ്ഞില്ലേ. കൈത്തൊഴിലെന്ത് സമർത്ഥനാ സക്കരിയ, നമുക്കെന്തോ മടിയാ തൊഴിലു ചെയ്യാൻ വയ്യ. പെണ്ണുങ്ങൾക്ക് സബർ നഷ്ടപ്പെട്ടത് അലക്ക് മെഷീൻ വന്നതിന്റെ ശേഷമാണെന്ന് ഞാൻ പറയലുണ്ട്. നിങ്ങൾക്ക് എതിർപ്പുണ്ടായാലും ഞാൻ അങ്ങനെ പറയും. സ്ത്രീകൾക്ക് സബർ നഷ്ടപ്പെട്ടത് അലക്ക് മെഷീൻ വന്നതിന്റെ ശേഷമാണ്. തുണിയും കുപ്പായും തിരുമ്പുക എന്ന് പറഞ്ഞാൽ വലിയൊരു പുണ്യമായ അമല, വലിയ അമല. എന്തേ? നിയ്യത്ത് ശരിയാവണമെന്നേ ഉള്ളൂ. അന്നദാഫത്തു മിനൽ ഈമാൻ ഹബീബുനാ റസൂലുള്ളാഹി. വൃത്തി ഈമാന്റെ ഭാഗമാണെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. രാവിലെ എഴുന്നേറ്റ് അകം വൃത്തിയാകുമ്പോ, മുറ്റം അടിച്ചു വാരുമ്പോ നിയ്യത്ത് ചെയ്യണം. ഈമാൻ വർദ്ധിക്കാനുള്ള ഒരു അമലാണിതെന്ന് പുണ്യനബി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അടിച്ചു വാരുന്നതെന്ന്. എന്നാൽ ബാത്റൂം കഴുകിയാലും ഈമാൻ കൂടുന്നതാണ്. ഈമാൻ കൂടുന്ന അമലിന് വേണ്ടി മറ്റൊരാളെ കാത്തു നിൽക്കാൻ പാടില്ല. അതുകൊണ്ട് കക്കൂസ് കഴുകാൻ മറ്റൊരാളെ കാത്തു നിൽക്കരുതേ, നമ്മൾ തന്നെ കഴുകണം. ഈമാൻ കൂടുന്ന അമലിന് വേറെ ആളെ കാത്തിക്കാൻ പറ്റില്ലല്ലോ. ഈമാൻ കൂടുന്ന അമല് നമ്മൾ തന്നെ ചെയ്യണല്ലോ. നദാഫത്ത് എന്ന് പറഞ്ഞാൽ ഈമാൻ വർദ്ധിക്കുന്ന അമലാണ്. അതിന് മറ്റൊരാളെ കാത്തിക്കാൻ പാടില്ല. അത് നമ്മൾ തന്നെ ചെയ്യണം. ചെറിയ ചെറിയ കാര്യങ്ങളെ കൊണ്ട് വലിയ ദറജ കിട്ടും. വലിയ വലിയ ദറജ കിട്ടുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളെ കൊണ്ടാണ്. നമ്മൾ ശ്രദ്ധിക്കാത്തോണ്ട് വരുന്നതാ. നിസ്കരിക്കണതിന് കൂലിയുണ്ട്. നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ പള്ളി ചെല്ലുമ്പോ പള്ളിന്റെ സിമന്റിന്റെ തൂണിന്റെ താഴെ പ്ലാസ്റ്റിക്കിന്റെ കൊട്ടയിൽ തലയിടുന്ന തൊപ്പി ഉണ്ടാവും. ആ തൊപ്പി എടുത്തുങ്ങാണ്ട് തലയിലിട്ടാല് ഒരു നിസ്കാരം 25 നിസ്കാരമായിട്ട് കിട്ടും. അത് ജുമയാണെങ്കിൽ 70 ജുമയായിട്ട് കിട്ടും. ഒരു പെണ്ണ് ഒരിക്കൽ ഗർഭമുണ്ടായി പ്രസവിച്ചാൽ 70 ഷഹീദിന്റെ കൂലിയാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഗർഭം 70 ഷഹീദിന്റെ കൂലി കിട്ടുന്ന അമലാണ് എന്ന നിലക്ക് ഏറ്റെടുക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. 70 ഷഹീദിന്റെ കൂലി എന്ന് പറഞ്ഞാൽ ഹംസ റളിയല്ലാഹുവിനെ പോലെ ധാരാളം ശുഹദാക്കൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. എത്ര ഇടങ്ങേറായിട്ടാ അവര് ഷഹീദായത്.
അതേ കൂലി 70 ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കൂലിയാണ് പള്ളയിലുണ്ടായി പെറ്റാൽ ഒരു പെണ്ണിന് കിട്ടുക. ആ നിലക്ക് അതിനെ കാണാൻ പറ്റിയാൽ യാതൊരു വിഷമവും ഉണ്ടാവില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ കാര്യവും പഠിപ്പിച്ചു.